നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നിധി എന്തെന്നറിയാമോ? അത് സമയമാണ്. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീൽസും ഷോർട്സും കണ്ട് വെറുതെ കളഞ്ഞ ആ 2 മണിക്കൂറുണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പണം പോയാൽ സമ്പാദിക്കാം, സുഹൃത്തുക്കൾ പോയാൽ പുതിയ ആളുകളെ കണ്ടെത്താം. പക്ഷേ ഒരു തവണ നഷ്ടപ്പെട്ട സമയം കോടികൾ കൊടുത്താലും തിരികെ കിട്ടില്ല. മറ്റുള്ളവരുടെ വിജയം കണ്ട് സമയം കളയരുത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും മറ്റുള്ളവരുടെ ആഡംബര ജീവിതവും വിജയങ്ങളും നോക്കി നമ്മൾ സ്വയം സങ്കടപ്പെടാറുണ്ട്. പക്ഷേ ഓർക്കുക, നിങ്ങൾ അവരുടെ വീഡിയോ കണ്ട് സമയം കളയുമ്പോൾ അവർ നിങ്ങളുടെ സമയം ഉപയോഗിച്ച് പണവും വിജയവും നേടുകയാണ്. മറ്റുള്ളവരുടെ ജീവിതം നോക്കി കൈയടിക്കുന്നതിന് പകരം ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു നിലയ്ക്ക് നിങ്ങൾ എപ്പോൾ മാറും? കംഫർട്ട് സോൺ അപകടമാണ്. ബെഡിൽ കിടന്ന് ഫോൺ നോക്കാനും വെറുതെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് കഥ പറയാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനെയാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. എന്നാൽ ചരിത്രത്തിൽ വിജയിച്ച ഒരു മനുഷ്യരും സ്വന്തം കംഫർട്ട് സോണിൽ ഇരുന്ന് വിജയം നേടിയിട്ടില്ല. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ മടിയും സുഖവും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചേ മതിയാകൂ. ഇന്ന് തന്നെ തുടങ്ങൂ. പലരും വിചാരിക്കും, എനിക്ക് അടുത്ത മാസം മുതൽ തുടങ്ങാം എന്ന്, അടുത്ത വർഷം മുതൽ കഠിനമായി പരിശ്രമിക്കാമെന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ നിമിഷം മുതൽ ആയിരിക്കണം. ഇന്ന് ചെയ്യുന്ന ചെറിയൊരു മാറ്റമാണ് നിങ്ങളുടെ നാളത്തെ വലിയ വിജയത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് ഫോൺ ദൂരേക്ക് മാറ്റിവെക്കൂ. വെറുതെ ഇരുന്ന് സമയം കളയുന്നത് നിർത്തൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മാതാപിതാക്കളുടെ പുഞ്ചിരിക്ക് വേണ്ടിയും ഇന്നു മുതൽ കഠിനമായി അധ്വാനിക്കാൻ തയ്യാറാകൂ. ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഓൾ ദി ബെസ്റ്റ്.